ഏഷ്യനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജില്ലയിൽ 136 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച മരണം 99 പേർക്ക്. മഞ്ചേരി പഞ്ചായത്ത് വൻ നഷ്ടം. കാറ്റും മഴയും വീശിയിട്ടാണ് ഉണ്ടായത്. പകുതിയോളം നെല്ല് കൊയ്തു എന്നാണ് പറയുന്നത്. കുറേ ആൾക്കാർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്കായി നമ്മുടെ അപർണയോട് ചോദിക്കുകയാണ്. അപർണ, ഇവിടെ സമരം ചെയ്യാൻ അവര് സമരം നടത്താനൊക്കെ ഇവിടെ ഈ ഒരു ചേച്ചിയാണ് വളരെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ചേച്ചി 2 ദിവസമായിട്ടുള്ള ഇതൊക്കെ ഒന്ന് വെച്ച് ഇതാക്കിയത്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് നമ്മുടെ അവിടുത്തെ ചേച്ചി നിൽക്കുന്നുണ്ട്. ആ ചേച്ചിയോട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. ചേച്ചി, അപ്പോൾ ഇന്നലെ നല്ല മഴയും കാറ്റാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ എല്ലാവരും കൂടിയിട്ട് ഒന്ന് നോക്കട്ടെ എന്ന് വെച്ചിട്ട് വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഇത്രയും വെള്ളവും ഇതൊക്കെ നിറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടി. എങ്ങനെ ഇന്നത്തെ ശക്തമായ മഴയിലാണ് ഇത് ഉണ്ടായത്? ശക്തമായ മഴയിലാണ് ഉണ്ടായത് തന്നെ. നല്ല ഇരുട്ടായിരുന്നു. ഇപ്പോൾ തന്നെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ ശക്തമായ കാറ്റും മഴയാണ്. ചേച്ചിയാണ് ഇവിടുത്തെ പുല്ലൊക്കെ പറിക്കാനൊക്കെ സഹായിക്കാറ്? അതെ, ഞങ്ങളെല്ലാവരും ഉണ്ടാവാറുണ്ട്. നല്ല രസമാണ് കേട്ടോ പുല്ലൊക്കെ പറിക്കാൻ. പക്ഷേ ഇപ്രാവശ്യം അത് നടന്നില്ല. പാമ്പും ചേരൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. അങ്ങനെ കുറേ ഉണ്ട്. പലപ്പോഴും പല ആൾക്കാരും കാണാറുണ്ട്. പല ആൾക്കാരെ കടിക്കാറുണ്ട്. ഇതിലിറങ്ങുമ്പോൾ സൂക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങാറൊക്കെ. അപ്പോൾ കുഴപ്പമില്ല. ഈ ചേച്ചിക്ക് പറയാനുണ്ട്, ഇന്നത്തെ ശക്തമായ കാറ്റിലും മഴയിലുമാണ് ഇത് ഉണ്ടായതെന്നാണ് ചേച്ചി റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ കടി ഏറ്റിട്ടും കുറേ ആൾ മരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. വയനാട് ജില്ലയിൽ പുലി ഇറങ്ങി. 2 പേർക്ക് ഗുരുതരമായ പരിക്ക്. ഇന്നലെ രാത്രിയാണ് സംഭവം. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ ശ്രീലക്ഷ്മിയോട് നമുക്ക് ചോദിക്കാം. ശ്രീലക്ഷ്മി, ഇവിടെ വിറക് വെട്ടാൻ വന്ന അല്ലു, അർജുൻ തന്നെ അനിയനും ഏട്ടന്മാരും ആയിരുന്നു. അപ്പോൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അവർക്ക് പുലി ആക്രമിച്ചതാണെന്നാണ് ന്യൂസ് റിപ്പോർട്ട് കിട്ടിയത്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഗുരുതരമായ പരിക്കാണെന്നാണ് പറഞ്ഞിട്ടത്. അപ്പോൾ ഇവരെങ്ങനെയാണ് ആയത് ഒന്ന് പറഞ്ഞു തരുമോ? വിറക് വെട്ടാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും പറഞ്ഞയച്ചാണ് ആ കാട്ടിൽ നിന്നൊന്ന് വിറക് വെട്ടി വരാൻ. അപ്പോൾ അച്ഛനും അമ്മേനൊന്ന് കാണിക്കാവോ? അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ വിറകൊന്നും ഇല്ലാത്ത കാരണമാണ് മക്കളെ 2 പേരെ അയച്ചത്. അപ്പോൾ ഞങ്ങൾ വിറകൊന്നും ഇല്ലാത്ത കാരണം പറഞ്ഞയച്ചത്. പുലി ഇറങ്ങിയെന്ന് 2-3 ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വെറുതെ പറഞ്ഞതാന്ന് വെച്ച് അത് കുഞ്ഞനിയനാണ്. അവന് ഭയങ്കര കുഞ്ഞനിയനാണ്. അവൻ്റെ കുഞ്ഞനിയനാണ്. 3 കുട്ടികളാണോ ഉണ്ടായത്? 3 കുട്ടികളാണ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ മൂത്ത മക്കളെ ഇവനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞ് പാമ്പും ചേര ഉണ്ടാവും, ഇവനെ കൊണ്ടുപോകണ്ട. എന്നിട്ട് പോയപ്പോൾ കുറേ അവർ വിളിച്ച് പറഞ്ഞപ്പോൾ ഇവരെ ഏട്ടന്മാരൊക്കെ കാണുന്നു. ഇപ്പോൾ അവരുടെ അച്ഛനായ ഗൾഫിലാണ്. ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. 2 ദിവസമായിട്ടുള്ള ഗൾഫിൽ നിന്ന് വന്നിട്ട്. കൊറോണ ആയിരുന്നു. 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ക്വാറന്റൈനിൽ ഇരുന്നിട്ടാണ് വന്നത്. ഇപ്പോൾ അങ്ങോട്ട് പോയിക്കാണ്. ഗുരുതരമായ പരിക്കാന്നൊക്കെ ഡോക്ടർ പറയുന്നത്. കുറേ പൈസ ഒക്കെ വെക്കണം എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങൾ സഹായിക്കണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ആകെ 2-3 വീടേ ഉള്ളൂ. ആ വീടാണ് അവിടെ തൊട്ട് അമ്പലത്തിൻ്റെ ബാക്കിലുള്ള വീടാണ് ഇവരുടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അച്ഛനും അവരെ ആശുപത്രിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ സെറ്റപ്പ് വീഡിയോ ശരിക്കും
അടുത്ത് അപ്പൊ കൂടുതൽ അനന്യ ഒരു മിനിറ്റ് ആയിട്ടില്ല. സ്വപ്ന കേസിൽ സ്ത്രീകൾ നടു റോട്ടിൽ സമരം നടത്തുകയാണ്. അപ്പോൾ ഇതിലുള്ള ഈ വാർത്ത അവസാനിക്കുന്നു. നമസ്കാരം. അവസാനം.